ഈ കവറിലുള്ള സാധനമില്ലേ, ഇത് മലപ്പുറത്തുനിന്ന് അങ്ങ് വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള ടാസ്ക്കാണെന്ന് എനിക്കുള്ളത് കേട്ടോ. അപ്പം എൻ്റെ ബ്രദർ അവൻ്റെ വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റ് ആട്ടോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നാളെ ആയിരുന്നു ബർത്ത്ഡേ എങ്കിൽ ഇന്നാണ് ഞങ്ങൾ കൊണ്ടുവരുത്തുണ്ടായിരുന്നത്. കാരണം എനിക്കും അവൾക്കും തിരക്കാണ്. അപ്പോൾ പിന്നെ സർപ്രൈസായിട്ട് എന്നെ തലേന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ അഡ്വാൻസ് ആവല്ലോ. അങ്ങനെ നാട്ടിലെത്തിയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആളുടെ നാട്ടിലാട്ടോ. അങ്ങനെ കേക്കും ഒരു അടിപൊളി ബൊക്കയും പിന്നെ അവൾക്ക് കുറച്ച് സാധനങ്ങളുമായിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തി ഞങ്ങളൊരു കേക്ക് കട്ടിങ്ങൊക്കെ ആയിട്ട് അവൾക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഡ്രസ്സും ബാഗും ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തി. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത ഞാനായതുകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. എന്തിൻ്റെ വീഡിയോ എന്നല്ലേ, ഇതിൻ്റെ വീഡിയോ, ബൊക്ക. ഈ ബൊക്കൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചുറ്റിലും കാണാമെന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ ഡാമാണ്, അപ്പോൾ ചെറിയൊരു ഡാമാട്ടോ, അടിപൊളിയായിരുന്നു. ഞങ്ങളത് കണ്ട് പിന്നെ അവിടെ നിന്ന് ചുറ്റിലും നോക്കി അടിപൊളി സ്ഥലം കേട്ടോ, നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നില്ല. പിന്നെ ഇതാ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പശുക്കളെ ഇടയ്ക്കൂടെയൊക്കെ നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വിട്ട്. ഞങ്ങൾ ഇറങ്ങുന്ന സമയം നല്ല കോടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു, ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു കീ വാങ്ങിയിട്ടുണ്ടായിരുന്നു റൂമിലേക്ക്. അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹോസ്റ്റലിൽ എത്തി. പിന്നെ അവിടെ നിന്ന് അവളുടെ ഉമ്മ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ട മാങ്ങയും കിട്ടി.